ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രവിയും ചന്ദ്രയും തമ്മിലുള്ള ചെറിയൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. രവിക്കാണ് കോഫി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോകുന്ന സമയത്ത് രവി പറയുന്നുണ്ട് ചന്ദ്രയ്ക്ക് ഒരു മാറ്റമില്ല, പണ്ടത്തെ അതേ രൂപം അതേ ഭാവവും, പിന്നെ കുറച്ച് വണ്ണം കൂടിയിട്ടൊന്നും മാത്രമേ ഉള്ളൂ എന്നൊക്കെ രവി പറയുന്നത് കേട്ടുകൊണ്ട് ആകെ നാണത്തോട് കൂടി തന്നെ നോക്കി നിൽക്കാറുണ്ട് ചന്ദ്ര. അപ്പൊ ആ ഒരു ഭാഗത്തോടെ ആയിരുന്നല്ലോ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അതിനുശേഷം കാണിക്കുന്ന വർഷ നേരെ ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നത് ശ്രുതിയുടെ റൂമിലേക്കാണ്. എന്നിട്ട് ശ്രുതിയേട്ടനെ എപ്പോഴാണ് ചേച്ചി കണ്ടത്, ആദ്യമായിട്ട് കണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കണ്ട ദിവസവും ശ്രുതി ആ സമയത്ത് എന്ത് ഡ്രസ്സാണ് ഇട്ടതെന്നെല്ലാം തന്നെ കൃത്യമായി തന്നെ ശ്രുതി പറഞ്ഞു കൊടുക്കാട്ടെ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. അപ്പം തന്നെ വർഷ പറയുന്നുണ്ട് കണ്ടോ എല്ലാവർക്കും നന്നായിട്ട് ഓർമ്മയുണ്ട്, നീ വന്ന് നിന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്കാണ് കേട്ടോ. ഇതേ സമയം ശ്രുതി കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ വേഗം എന്ന് പറഞ്ഞാൽ ശ്രുതിയേട്ട എന്ന് വിളിക്കുമ്പോഴത്തേക്കും ശ്രുതി പേടിച്ച് പോവാണ്. എന്നിട്ട് ചോദിക്കുന്നത് എന്താ ഇങ്ങനെ പേടിപ്പിക്കാണ്ട് എന്താ ഇവിടെ ഉണ്ടായെന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതിയേട്ട ഞാനൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നാണെന്ന് പറയാം കേട്ടോ. വേഗം തന്നെ വർഷയുടെ പുറകിൽ നിന്നുകൊണ്ട് ശ്രീകാന്ത് കൈകൊണ്ട് കാണിക്കുന്ന സമയത്ത് എടാ നീ ഇവിടെ പോകൂടെ, രാവിലെ ഒരു ടാറ്റയൊക്കെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ്. ഈ നേരത്ത് വർഷ ശ്രീകാന്തിനെ നോക്കുമ്പോഴത്തേ പെട്ടെന്ന് തന്നെ കൈ താഴ്ത്തി വെച്ച് സ്റ്റഡി ആയിട്ട് നിൽക്കാട്ടെ ശ്രീകാന്ത് ഒന്നും അറിയാത്ത പോലെ തന്നെ. എന്നിട്ട് ശ്രുതിയോടായിട്ട് വർഷ ചോദിക്കുന്നുണ്ട് ശ്രുതിയേട്ടൻ ആദ്യമായിട്ട് എന്നാണ് ശ്രുതി ചേച്ചിനെ കണ്ടതെന്ന് ഓർമ്മയുണ്ടോ, അത് എന്ത് കളർ ഡ്രസ്സാണ് ഇട്ടിരുന്നതെന്നൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതിയും ഇതേപോലെ തന്നെ കൃത്യമായി തന്നെ ഡേറ്റും അതുപോലെ ഡ്രസ്സും എവിടെ വെച്ചാണ് കണ്ടത് എന്നെല്ലാം തന്നെ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് ചിന്തിക്കുകയാണ് ഈശ്വര ഞാൻ പെട്ടല്ലോ, ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല, മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വർഷേൻ്റെ അടിയന്തരം നിന്ന് നടത്തുമെന്നൊക്കെ ശ്രീകാന്ത് അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും ഓരോ ഡേറ്റൊക്കെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട് എല്ലാവർക്കും കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരെയാണ്, പക്ഷെ എനിക്ക് മാത്രം കിട്ടിയത് ഇതുപോലത്തെ ഒരു സാധനത്തിനായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് വർഷ റൂമിലേക്ക് ചെല്ലുന്നത് കേട്ടോ. റൂമിൽ ചെന്ന ഉടനെ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷയെ തെറ്റുപറ്റിപ്പോയി, എല്ലാവരെ പോലെ തന്നെ ഞാനും എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുക, നിനക്കിപ്പോൾ എന്താ വേണം, നമ്മുടെ ആനിവേഴ്സറി ഒന്ന് ആഘോഷിക്കണം അത്രയല്ലേ ഉള്ളൂ, നീ ഇന്ന് എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരണം, നമുക്കിന്ന് അവിടെ നല്ലൊരു ആഘോഷങ്ങൾ നടത്താമെന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും അതൊക്കെ ഓക്കെ, പക്ഷെ നീ ഇത് മറിഞ്ഞതിന് പറയാൻ നിനക്ക് ഞാനൊരു പണിഷ്മെൻറ്റ് വെച്ചിട്ടുണ്ടെന്ന് വർഷ പറയുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് പണിഷ്മെൻറ്റോ, എന്ത് പണിഷ്മെൻറ്റ് എന്ന് ചോദിക്കുന്ന നേരത്ത് നീ ഇന്ന് എന്നെ ഓഫീസിൽ കൊണ്ടാക്കണമെന്ന് വർഷ പറയുമ്പോഴത്തേക്കും അതാണ് പണിഷ്മെൻറ്റ്, അതിനിപ്പോൾ എന്താ ഞാൻ എന്നെ ഓഫീസിൽ കൊണ്ടാക്കല്ലോ, വാ വേഗം വായെന്ന് ശ്രീകാന്ത് പറയുകയാണേ. ഈ ഒരു സമയത്ത് വർഷ പറയുന്നുണ്ട് അങ്ങനെയല്ല, നമ്മൾ ബൈക്കിലല്ല നമ്മൾ സൈക്കിളിലാണ് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും സൈക്കിളിലോ, നീ എന്താ വർഷ പറയുന്നതെന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ഏത് സമയത്ത് വർഷ പറയും അതെ സൈക്കിളിൽ തന്നെ, ഇതാണ് നിന്റെ പണിഷ്മെൻറ്റ്, ഇന്ന് നീ എന്നെ സൈക്കിളും കൂട്ടിക്കൊണ്ട് വേണം ജോലി സ്ഥലത്തേക്ക് പോകാനെന്നൊക്കെ നമ്മുടെ വർഷ വാശിയോടുകൂടി തന്നെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി വണ്ടി ഓടിക്കുന്ന കാർ സ്റ്റാൻഡാണ് കേട്ടോ. അവിടുത്തെ സംസാരം എന്നത് ആന്റണിക്ക് നാളെ എങ്ങനെ പലിശയും മുതലും കൂട്ടി അടച്ച് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടും എന്നതൊക്കെ തന്നെയാണ്. ഈ ഒരു സമയത്ത് സച്ചിയുടെ തന്നെ മറ്റൊരു സുഹൃത്ത് പറയുന്നുണ്ട് സച്ചിയുടെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം, അവൻ മര്യാദയ്ക്ക് ഇരുന്നെങ്കിൽ ഇപ്പം നമുക്കിങ്ങനെ ഒരു ഗതി വരികയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹേഷ് പറയുന്നുണ്ട് എടാ നിങ്ങൾ അങ്ങനെ സംസാരിക്കില്ലേ, അവൻ എന്ത് കാര്യത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളല്ലേക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഖഭാവം കാണുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്, ആർക്കും ഓട്ടോ ഒന്നുമില്ലേ, എല്ലാവരും എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആരും പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഈ ഒരു സമയത്ത് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചിയുടെ ഒരു സുഹൃത്ത് പറയുകയാണ് നിന്റെ ദേഷ്യം കാരണം ഞങ്ങളുടെ അന്നം മുട്ടാൻ പോവുകയാണെന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എടാ ഇന്നിവിടെ ആന്റണി വന്നിരുന്നു, ആന്റണി നാളെ തന്നെ പലിശയും മുതലും ചേർത്ത് മുഴുവൻ തുക അടയ്ക്കണമെന്നാണ് പറഞ്ഞത്, അല്ലെന്നാണ് ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ നമ്മുടെ മഹേഷ് പറയുന്ന സമയത്ത് അവൻ വീണ്ടും ഇവിടെ വന്നില്ല, അവൻ്റെ രണ്ട് കൈയും തൊല്ലടിച്ചു വിടേണ്ടതായിരുന്നു എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം, നിന്റെ ഈ ദേഷ്യം കാരണമാണ് ഞങ്ങളുടെ വണ്ടി നഷ്ടപ്പെടാൻ പോകുന്നത്, മര്യാദയ്ക്ക് സൗമ്യമായി തന്നെ സോൾവ് ചെയ്യുന്നതിൻ്റെ ആ പ്രശ്നം ഇത്രയും വലുതാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിയെ കുറ്റപ്പെടുത്തുന്ന രീതിക്ക് ഇങ്ങനെ സുഹൃത്തുക്കളെ സംസാരിക്കാൻ. ഈ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, എൻ്റെ കാര്യത്തിൽ നമ്മളെ സച്ചി സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളൂ, പിന്നെ ഇപ്പോൾ മാത്രം അവനെ അകറ്റി നിർത്തുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ പറഞ്ഞത് നേരാണ്, എന്ത് കാര്യത്തിലും സച്ചി നമ്മുടെ കൂടെയുണ്ട്, പക്ഷേ അവൻ കാരണമല്ലേ ഇപ്പം നമ്മുടെ വണ്ടി നഷ്ടപ്പെടാൻ പോകും, നിനക്കറിയാലോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്ത് ജോലി അറിയാവുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഓരോരുത്തരെ എണ്ണി പറക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ സച്ചി ഒരു അക്ഷരം മിണ്ടാതെ തന്നെ വണ്ടിയും എടുത്തുകൊണ്ട് തിരികെ പോവാണ് കേട്ടോ. മഹേഷ് ആണെങ്കിൽ എടാ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും സച്ചി ഒന്നും തന്നെ മിണ്ടാതെ തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ആന്റണിയുടെ ഓഫീസിലേക്കാണ് കേട്ടോ. സച്ചി വരുന്നത് കാണുമ്പോൾ തന്നെ ആന്റണി പറയുന്നുണ്ട് സച്ചി നീയോ, നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ഇതിന് മുന്നേ നീ വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ ആന്റണി പറയുമ്പോഴത്തേക്കും ആന്റണി പ്രശ്നം നമ്മൾ തമ്മിലല്ലേ, എന്തിനാ എൻ്റെ സുഹൃത്തുക്കളെ ഇതിലേക്ക് വലിച്ചിരിക്കുന്നതെന്ന് നമ്മൾ സച്ചി ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നേരത്തെ ആന്റണി പറയുകയാണ് ഈ സെന്റിമെന്റ്സ് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വേദനിപ്പിച്ചാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല, പക്ഷേ അവർക്ക് പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ
അവർക്ക് നന്നായിട്ട് വേദനിക്കും. അതുപോലെ തന്നെ ഒരാളാണല്ലോ സച്ചി നീയും. അതുകൊണ്ട് തന്നെയാണ് നിന്റെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഞാനൊരു പണി കൊടുത്തത് എന്നൊക്കെ ആന്റണി പറയുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നത്, വേണ്ട ആന്റണി, പ്രശ്നം നമ്മൾ തമ്മിലല്ലേ, നീ ശരത്തിനെ കൂട്ടുപിടിച്ചതാണ് ഇതിനെല്ലാം കാരണം. നീ മര്യാദയ്ക്ക് ശരത്തിനെ വിട്ടോ. അവനൊരു പഠിക്കുന്ന കുട്ടിയാണ്, നല്ലൊരു ഭാവി അവനുണ്ട്, അവനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ വീട്ടുകാർക്കൊക്കെ ഉണ്ട്. അതെല്ലാം നശിപ്പിക്കുന്ന രീതിക്കാണ് നീ അവനെ കൂട്ടിക്കൊണ്ട് നടക്കുന്നത്. എനിക്കറിയാം നിന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രമാണ് നീ അവനെ കൂട്ടുകൂടിയിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നീ അവൻ്റെ തലയ്ക്ക് കെട്ടിവെച്ചിട്ട് നീ രക്ഷപ്പെടാനാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെയാണ് സച്ചി മുൻകൂട്ടി കണ്ണൂരിന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ആനയുടെ മുഖം വല്ലാതാവട്ടെ. കാരണം സച്ചി തൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് ഇത്ര കൃത്യമായി വെട്ടി തുറന്ന് പറയുന്ന കേട്ടപ്പോഴത്തേക്കും ആനയുടെ വേഗം തന്നെ പറയുന്നുണ്ട്, അതിപ്പോൾ എന്തോ ആവട്ടെ, ഞാനായിട്ടല്ലല്ലോ അവനെ വിളിച്ചു വരുത്തിയത്, അവൻ എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു, ഞാനിതെല്ലാം അവൻ്റെ കൂട്ട് ഉപേക്ഷിക്കാനും പോകുന്നില്ല എന്നൊക്കെ ആനയെ തറപ്പിച്ച് പറയുന്ന സമയത്ത് സച്ചിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. സച്ചി വേഗം മേശപ്പുറത്തേക്ക് നല്ല ഫോഴ്സിലൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും സച്ചി ദേഷ്യം അടക്കിയിട്ട് പറയുന്നുണ്ട്, ആന്റണി, നമ്മൾ തമ്മിലല്ലേ പ്രശ്നം, അത് ശരത്തിൻ്റെ പേരിൽ, അതവിടെ നിൽക്കട്ടെ. എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ വണ്ടി മേടിക്കാനായിട്ട് നീ നാളെ വരരുത്, അവർ നിന്റെ പലിശയെല്ലാം നിനക്ക് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ശരി, നീ ഇവിടം വരെ വന്നല്ലേ, നിനക്ക് വേണ്ടി ഞാൻ വിട്ടുവീഴ്ച തരാം. എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് നീ എന്നെ നാണം കെടുത്തിയതും, അത് കാർ സ്റ്റാൻഡിൽ എല്ലാവർക്കും എന്നോടുള്ള വിലയും മതിപ്പും എല്ലാം തന്നെ അപ്പം തന്നെ പോയി കാണും. അതെനിക്ക് തിരിച്ചു കിട്ടണം. അതിന് വേണ്ടിയിട്ട് നാളെ ഞാൻ വരുന്ന സമയത്ത് നീ എവിടെ ഉണ്ടാവണം. ഞാൻ വരുമ്പോൾ തന്നെ നീ എൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കണം എന്നൊക്കെ ആന്റണി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ആന്റണിയുടെ കൂടെ നിൽക്കുന്നവർ സച്ചിയെ ഒരു കളിയാക്കുന്ന രീതിയിൽ പുഞ്ചിരിച്ചോണ്ട് നോക്കാം കേട്ടോ. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് സച്ചി പ്രത്യേകിച്ചൊന്നും തന്നെ പറയുന്നില്ല, ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന വർഷയും ശ്രീകാന്തും കൂടി സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് പതുക്കെയാണ് കേട്ടോ സൈക്കിൾ ചവിട്ടുക. അന്നേരം തന്നെ വർഷ പറയുന്നുണ്ട്, ഏട്ടാ ശ്രീകാന്ത് ഇതെന്താ ഇങ്ങനെ, ഒന്ന് വേഗം ചവിട്ടി പോകാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, നിന്റെ തീറ്റി ആദ്യം കുറയ്ക്കും, നീ ഇതേ റെസ്റ്റോറൻറ്റിലേക്ക് മേടിക്കുന്ന ഫുഡ് ഓർഡർ ചെയ്യുന്നില്ലേ, അതൊക്കെ കുറച്ച് കുറയ്ക്കിട്ടോ, നന്നായിട്ട് നിനക്ക് വെയിറ്റ് കൂടുന്നുണ്ട് എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും, ബോഡി ഷേമിങ് അത്ര നല്ലതൊന്നുമല്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, പക്ഷെ നീ എൻ്റെ കാണിക്കുന്നത് എല്ലാവരും കാണും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അതിനിപ്പോൾ എന്താ, ഞാൻ വേറെ ആരുമല്ല കെട്ടിപ്പിടിച്ചത്, എൻ്റെ ഭർത്താവിനെയല്ലേ എന്ന് നമ്മുടെ വർഷ പറയുകയാണ് കേട്ടോ. ആ ഭർത്താവൊക്കെ തന്നെ, പക്ഷെ അത് ഇങ്ങനെ വേണ്ട വർഷ, നീ എന്നെ വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് കടന്ന് നിരുവിധി കൊള്ളുകയാണ്. ഈ സമയത്ത് വർഷ പറയുന്നുണ്ട്, നീ ഒട്ടും റൊമാൻറ്റിക് അല്ലല്ലോ ശ്രീകാന്ത്, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അതിനുശേഷം ഇവർ തമ്മിൽ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ പതുക്കെ ചവിട്ടണം കാണുമ്പോഴത്തേക്ക് വർഷയ്ക്ക് ദേഷ്യം വരെയാണ്. വർഷ പറയുന്നത്, നീ ഒന്ന് സൈക്കിൾ നിർത്തിക്കേ എന്ന് പറയുമ്പോഴത്തേക്കും, എന്താ കാര്യം നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുകയാണ്. നീ ഒന്ന് നിർത്ത് ശ്രീകാന്ത് എന്ന് വർഷ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് സൈക്കിൾ ഒതുക്കി നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ ബാക്കിലേക്ക് ഇരുന്ന് ഞാൻ ഓടിച്ചോളാം എന്ന് വർഷ പറയുമ്പോഴത്തേക്കും, എനിക്ക് തന്നെ നിന്നെ വെച്ചോണ്ട് ഓടിക്കാൻ പറ്റില്ല, അപ്പം ഇത്രയും വെയിറ്റുള്ള എന്നെ നീ വെച്ച് ഓടിക്കാനോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അതിനിപ്പോൾ എന്താ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പുറകെ എടുത്തിട്ട് നല്ല സ്പീഡിൽ തന്നെയായിട്ട് വർഷ സൈക്കിൾ ഓടിക്കുന്നത്. ഇത് കാണുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആഹാ, നീ നല്ല സ്പീഡ് നന്നായിട്ട് എന്നെ സൈക്കിൾ ഓടിക്കുന്നുണ്ടല്ലോ വർഷ, അതും എന്നെക്കാളും നന്നായിട്ട് എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും, ഇങ്ങനെയൊക്കെ വേണം സൈക്കിളായിട്ട്, അല്ല നിന്നെ പോലെ ഉറുമ്പരിക്കുന്ന പോലെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തെത്തുകയില്ല എന്നൊക്കെ വർഷ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് മധുസൂദനും മഹിമയും ഓപ്പോസിറ്റ് റോഡിൽ നിന്ന് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടൊരു സൈക്കിൾ ഓടിക്കൊണ്ട് പോകുന്ന കാഴ്ച കാണുമ്പോഴത്തേക്കും മധുസൂദനം വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മഹിമയോടായിട്ട് പറയുന്നുണ്ട്, ഇതാണ് നീ പറഞ്ഞത്, എൻ്റെ മകൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, അവൻ്റെ ബൈക്കും കണ്ട് പണയം വെച്ചിട്ടെങ്ങാണ്ട് ഇവരിപ്പോൾ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ സൈക്കിൾ ഓട്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുസൂദൻ ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് മഹിമ പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, വേറെ എന്തോ ആണ് കാരണം, എന്തായാലും ശ്രീകാന്ത് നല്ല പയ്യനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ മഹിമ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും, നീ വലിയ പ്ലാനിങ് ഒക്കെ ഇട്ടായിരുന്നല്ലോ നിന്റെ മോളെയും മരുമോനെ വീട്ടിൽ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് ഇതുവരെ തയ്യാറാക്കിയില്ലേ നീ എന്നൊക്കെ മധുസൂദൻ ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ അവരെ കൊണ്ടുവരണം എന്നൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, കുറച്ചും കൂടി താമസം എടുക്കട്ടെ എന്ന് വിചാരിച്ചറിഞ്ഞായിരുന്നത്, ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നില്ല, നമുക്ക് അടുത്ത് തന്നെ മോളെയും മരുമോനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുസൂദനെയും കൂട്ടിക്കൊണ്ട് മഹിമ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി റൂമിൽ നിന്ന് തലേണയും പായൊക്കെ എടുത്തുകൊണ്ട് ടെറസിലേക്ക് പോകുന്ന അതേ സമയം തന്നെ രേവതി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരികയാണ്. എന്നാൽ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല. രേവതി നല്ല പിണക്കത്തിലാണ് കേട്ടോ. രേവതി റൂമിലേക്ക് ചെന്നതിന് ശേഷം പാവിടിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ്. സച്ചി ആണെങ്കിലോ ആകെ ടെൻഷൻ അടിച്ച് ടെറസിന്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടെ, എന്നിട്ട് പറയുകയാണ്, എന്തായാലും രേവതിയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞേ മതിയാവൂ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാനൊരുങ്ങി നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.